ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ഒരു ജനറൽസ് റീഡിങ്ങും ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർ ഇതിനെ റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വെച്ചിട്ട്. ഈ ഒരു പേഴ്സൺ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു പേഴ്സണാണ്. വളരെ സ്ട്രോങ്ങും ബോൾഡുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വളരെ എന്തും ഭയങ്കര ലോജിക്കായിട്ട് ആലോചിച്ചും ചിന്തിച്ചും എടുത്തുമൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ അഫെയറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെയാണ് നമ്മൾ കൂടുതൽ മൈൻഡ്, നമ്മുടെ ഹാർട്ട് പറയുന്ന ആ ഒരു കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരു കാര്യവും ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ പറയുമല്ലോ, നമ്മൾ പ്രേമത്തെ കണ്ണടച്ചങ്ങ് ആ ഒരു രീതിയിലുള്ള ഒരാളല്ലായിരുന്നു ഈ ഒരു പേഴ്സൺ. എന്തുണ്ടെങ്കിലും വളരെ ആലോചിച്ചും തലയുപയോഗിച്ച് യൂസ് ചെയ്ത് തന്നെ ആ ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ആയിരുന്നു. വളരെ സോഫ്റ്റ് ഒന്നും ആവത്തില്ല. ചിലപ്പോൾ അങ്ങനെ ലോജിക്കായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് ഒരു ഇതൊന്നും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതായത് അതിൽ നിന്നൊക്കെ ഒരുപാട് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ഇനി ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെയാണ് റഫ് ആൻഡ് ടഫ് ആയിട്ടിരുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ മാറി ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ നേരത്തെ എന്ന് വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ അയാൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറിക്കുക പോലെ നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ ഇപ്പോൾ അയാൾ അങ്ങനെയൊന്നും ഇനിയിപ്പോൾ അയാൾ കാണിക്കുകയല്ല. അയാൾക്ക് അങ്ങനെയൊന്നും ഇമോഷൻസ് ഒന്നും അയാളുടെ ഫീലിങ്സ് ഒന്നും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇനി നിങ്ങളോട് വളരെ ഓപ്പണായിട്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കും. കൂടുതലും അയാൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ അയാൾക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിലോട്ടൊക്കെ ഈ ഒരു വ്യക്തി വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അയാൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഇത്രയും നാൾ അയാൾ പേടിച്ചതും അയാൾ ഇമോഷണലി എല്ലാ തരത്തിലും അയാൾ പേടിച്ച് മാറിയൊക്കെ ഇരുന്ന ആ ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ അയാൾ കംപ്ലീറ്റ്ലി അയാൾക്കുണ്ടായിരുന്ന ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അയാൾ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ റിലീജിയസ് വൈസ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻസ്, അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ ആ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത്, ആ ഒരു കാര്യത്തിലൊക്കെ അയാൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു വ്യക്തി വളരെ സ്നേഹത്തോടു കൂടിയും നേരത്തെ പോലെ ബലം പിടിച്ചൊന്നും സംസാരിക്കില്ല. അയാൾ ഇപ്പോൾ കുറേ കൂടെ നിങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തരത്തിൽ ഉള്ള ഒരു ലെവലിലോട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു വ്യക്തി മാറിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലൊക്കെ കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാരൊക്കെ കാണും. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അയാൾ വളരെ ഫ്രീ ഒന്നും ആവുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പം എൻ്റെ പാരൻസ് അല്ലെങ്കിൽ ചുറ്റുമായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ എന്ത് വിചാരിക്കും, എൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ നിൻ്റെ പൊസിഷൻ, അതൊക്കെ വെച്ചിട്ട് അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ള എന്ത് പറയുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അതായത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് ഇയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നത്, അതായത് ആ പേഴ്സൺ നല്ലൊരു വ്യക്തിയാണ്, അയാൾ അങ്ങനെ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, നല്ലൊരു ഫാമിലി, അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ നമ്മൾ നോർമലി ആൾക്കാരൊക്കെ പറയത്തില്ല ആ ഒരാൾ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, എല്ലാം വളരെ ബുദ്ധിപൂർവ്വം അങ്ങനെ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ അയാളെ പറ്റി അങ്ങനെയൊക്കെ പറയണം, സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ
ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ പേടിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരിക്കും, റിലീജിയൻ ആയിരിക്കും, ഫിനാൻഷ്യലി നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത റിലേഷൻ എന്തായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇതൊക്കെ കൊണ്ട് തന്നെ അയാൾ പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ അയാളെ കുറ്റം പറയുമോ എന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ അയാളുടെ എടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേടിയൊക്കെ അയാൾക്ക് മാറി. നേരത്തെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ കൂടെ തന്നെ മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തയൊക്കെയായിരുന്നു. ഇപ്പോൾ ആ ചിന്തകളൊക്കെ മാറി. ഇപ്പോൾ അയാൾ മറ്റുള്ളവർ, അതായത് ഔട്ട്സൈഡിലുള്ള ആൾക്കാരുടെ വാലിഡേഷനും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ അതൊന്നും ഇനിയിപ്പോൾ എന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും കെയർ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഫീലിങ്സും എൻ്റെ ഹാർട്ട് അല്ലെങ്കിൽ എൻ്റെ സോൾ എന്താണോ എന്നോട് പറയുന്നത് അത് മാത്രമാണ് ഇനി എനിക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ കാര്യമൊന്നും വേണ്ട, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ നല്ലൊരു ഗുഡ് ബുക്കിൽ ഇടം വെക്കേണ്ട എനിക്കൊരു ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഒരു സമാധാനമായിട്ടുള്ളൊരു കാര്യമാണ്, അതുപോലെ തന്നെ ഇന്നർ പീസും ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളോടുള്ള കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണ്. നിങ്ങളകത്തി നിർത്തിയതും ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അകത്ത് നിർത്തുന്ന സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ആ സിറ്റുവേഷനൊക്കെ അയാൾ ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ അയാൾക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ മതി. ഇനി എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സമാധാനത്തിനും എൻ്റെ ഇന്നർ പീസിനും വേണ്ടി മാത്രമാണ് ഞാനിനി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഒരു തിരിച്ചറിവ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണ് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ തല കൊണ്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു റൊമാൻറ്റിക്, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഡൗൺ ടു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ്, അതായത് വളരെ ജെന്യൂനായിട്ടും വളരെ അങ്ങനത്തെ എൻ്റെ പേഴ്സൺ എന്താണോ പറയുന്നത് അതെനിക്ക് ഓക്കെയാണ്, അങ്ങനെ അത്രയും പാവം പിടിച്ചൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടെ നിങ്ങളെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെ ഹൈ പവറിൽ, അതായത് ഒരു മാസ്കുലിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് എനർജി വൈസാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ജനറൽ വൈസ് അല്ല. അപ്പോൾ അത്രയും നിങ്ങളെക്കാട്ടി കുറച്ചുകൂടെ സ്ട്രോങ് ആൻഡ് പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാനും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അയാളുടേതായിട്ടുള്ള കാര്യങ്ങളും അയാളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, എങ്ങനെ വേണം റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ കാണും അല്ലെങ്കിൽ വീട്ടുകാർ കാണും, അങ്ങനെ വേണ്ട, നമുക്ക് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മാറി ശരിക്കും പറഞ്ഞാൽ ഒരു സറണ്ടർ ലെവലിലോട്ടാണ്. ഇപ്പോൾ എന്ത് ലൈഫിനെ ആ ഒരു ഫ്ലോയിൽ വിടുക, അതല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയല്ല ഇനി ജീവിക്കേണ്ടത്, ഞാനിനി ഒരു കൺട്രോളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അതായത് ഉള്ളിലൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. കുറേ ചിലപ്പോൾ അനുഭവങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങുമല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ എന്നൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ പിടിവാശിയും അയാളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിപ്പോൾ ഒരു സറണ്ടർ സ്റ്റേജിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഡിവൈൻ ടൈമിങ്ങിലോട്ട് വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ എന്ത് നടക്കട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ പറയുന്നത് അതിലോട്ട് കാര്യങ്ങൾ പോകട്ടെ. ഞാനിനി മറ്റുള്ളവർ ആരെയും സൂഹിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സോളിന് ഇഷ്ടവും സമാധാനവും തരുന്ന രീതിയിലോട്ട് മാത്രമാണ് ഞാനിനി പോകുന്നത് എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണിലോട്ട് വന്നിട്ടുണ്ട്. അയാളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ്. അതായത് ഇത്രയും നാളും അയാൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ നല്ലൊരു ജോലി വാങ്ങണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അയാൾക്ക് വേറെ കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വേറെ തരത്തിൽ, അതായത് ലോജിക്ക് അപ്ലൈ ചെയ്ത് ചിന്തിച്ചും അല്ലാതെ ഇങ്ങനത്തെ രീതിയിലോട്ടൊന്നും വരാതെ ലോജിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ളതിനോടൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ ഇതുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ കുറേയൊക്കെ ഇങ്ങോട്ട് മാറി. അയാളുടെ കരിയറും സ്റ്റാറ്റസും എന്താ പറയുക, ചില അയാളുടെ ജോലി കാര്യങ്ങൾ അയാളുടെ ജീവിച്ച്, അതായത് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, ഫാമിലി ഉണ്ടാവണം, സെറ്റിൽ ആവണം, നിങ്ങളുമായിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് വേണം. ഫാമിലി എന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ളൊരു ഫാമിലി ആ ഒരു പേഴ്സൺ വേണം, നിങ്ങളോട് കൂടുതൽ ഡെപ്തിൽ ഇഷ്ടമുണ്ടാവണം, നല്ലൊരു തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം. അതോടൊപ്പം അയാളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ
എന്താ പറയുക, അയാൾക്ക് കുറച്ചുകൂടെയൊക്കെ നേരത്തെയൊക്കെ തല കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഹാർട്ട് കൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും തരത്തിലും ചിന്തിക്കുക. അതായത് കൂടുതലും ഹാർട്ട് പറയുന്ന രീതിയിലും, പക്ഷേ അതിനോടൊപ്പം കുറച്ചുകൂടെ ലോജിക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അയാൾക്ക് പീസ് തരുന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും മനസ്സിലായി, നിങ്ങളുടെ വാല്യൂ മനസ്സിലായി, ഇപ്പോൾ നിങ്ങളായിട്ട് ജീവിക്കണം എന്നൊരു വിചാരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരണമെങ്കിൽ കുറേ കൂടെ കരിയർ മെച്ചപ്പെടുത്തണം, ഫിനാൻഷ്യലി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്കിലൊക്കെ ഇയാൾക്ക് എല്ലാ തരത്തിലും ഡീപ്പായിട്ട് എല്ലാം കിട്ടത്തുള്ളൂ, അല്ലെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഇയാളുടെ ലൈഫിലോട്ട് എല്ലാം വരത്തുള്ളൂ എന്നൊക്കെ ഒരു തിരിച്ചറിവൊക്കെ ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു തരത്തിലോട്ട് പോയി അതോടൊപ്പം തന്നെ അയാളുടെ സോളും ഭയങ്കരമായിട്ടും ചിലപ്പോൾ ട്രോമാസൊക്കെ ഉണ്ടൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളെ കുറേ കൂടെ ബ്ലോക്ക് ചെയ്തൊക്കെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അയാളൊരു ഹീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അയാളുടെ ഹീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണല്ലോ. അപ്പോൾ അയാൾ ഒരുപാട് വിഷമങ്ങളും ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും നെഗറ്റീവ്സും പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നടക്കുമോ, നമ്മളിങ്ങനെ ഇത്രയും രീതിയിൽ കണക്ഷനായി പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെയൊന്നും ആയില്ലെങ്കിൽ എന്താവും, വീട്ടുകാരെ സമ്മതിച്ചില്ല, അങ്ങനെ കുറേ ഡൗട്ടുകളും, പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയാവും, ഞാൻ നിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും കുറേ നെഗറ്റീവ് തോട്ട്സും പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത എന്താ പറയുക, നമ്മൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതൊക്കെ മാറി അതൊക്കെ ഇപ്പോൾ ഹീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അയാളെ തന്നെ വിശ്വസിക്കാനും നിങ്ങളുടെ ആ ഒരു ഇഷ്ടം വിശ്വസിക്കാനും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് വിശ്വസിക്കാനും അയാളുടെ ലൈഫിനെയും ഇത് ഡിവൈൻ കൊടുത്തിരിക്കുന്ന ആ ഒരു എനർജീനെയൊക്കെ അയാൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ലൈഫിൽ നല്ല തരത്തിലുള്ളൊരു ഹീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല തരത്തിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് രണ്ടുപേർക്കും കാണുന്നുണ്ട്. സോൾ ലെവൽ വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല രീതിയിൽ ഹീൽഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളോട് ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു നിങ്ങളകത്ത് നിന്ന് ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയൊക്കെ മാറി നിങ്ങളോടിപ്പോൾ കണക്ട് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, ഇഷ്ടപ്പെടണം, നിങ്ങൾ തമ്മിലുള്ള ജീവിതം വേണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു തരത്തിലോട്ട് അയാളുടെ ഇത്രയും നാളത്തെ മൈൻഡ് സെറ്റ് എന്താണോ അതിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ഹൃദയം കൊണ്ട് അയാൾ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അയാൾക്ക് നിങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ എത്രത്തോളം വേദനിച്ചു, ഇതേപോലെ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒന്നും തിരിച്ച് അതേപോലെ കാണിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഹേർട്ട് ചെയ്തു എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. മുമ്പെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് ഇയാളുടെ ലൈഫിൽ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്രേമത്തിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനൊന്നൊക്കെ അയാൾ കുറച്ച് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അയാളുടെ വളർന്നു വന്ന ആ ഒരു സാഹചര്യം ചിലപ്പോൾ വീട്ടിൽ ഫിനാൻസ് പൈസ ചിലപ്പോൾ വേറെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പൈസയുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഇവരതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഒപ്പം എത്താൻ വേണ്ടി അങ്ങനെയൊക്കെ ഓരോ തരത്തിലുണ്ടല്ലോ ഓരോ. അപ്പം അതേപോലത്തെ എന്തോ ഒരു ഇത് ഇയാളുടെ ലൈഫിലുണ്ട്. അതായത് ഇയാൾക്കും കുറേയൊക്കെ പൈസ ഉണ്ടാക്കണം, ജീവിക്കണം, സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ആവണം, അതായത് പൈസ എൻ്റെ ഫ്യൂച്ചർ ഉണ്ടാകണം, അങ്ങനെ ഭയങ്കര വലിയ നമ്മൾ പറയുമ്പോൾ ഭയങ്കര ബിസിനസ് മാൻമാരുടെയൊക്കെ രീതിയിലോട്ടല്ല, അല്ലെങ്കിൽ അതേപോലത്തെയൊക്കെ രീതിയിൽ വേറൊന്നിനും എനിക്ക് സ്ഥാനമില്ല. എൻ്റെ എയിമെന്ന് വെച്ചാൽ അതാണ്, എനിക്ക് അത് വരെ എത്തണം, വേറൊരു ഇഷ്ടത്തിനോ ഒന്നും നമ്മൾ ഫിലിം വെക്കണം, അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളൊരു പേഴ്സണാണിത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു പേഴ്സൺ. പക്ഷേ അതൊന്നും കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ച് പോയാലല്ല അങ്ങോട്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാലും എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്ക് എൻ്റെ സോളിന് സമാധാനം കിട്ടുന്നില്ല. മനസ്സിലായി, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പുറകെ പോയാലും സോളിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും എനിക്ക് കിട്ടുന്നില്ല, അതൊക്കെ എനിക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അയാൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ
അവർ അവരുടെ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതായത് അയാളുടെ ലൈഫിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്, പക്ഷേ ചിലതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പുറകെ പോകുമ്പോൾ ഞാൻ ഇതും കൂടെ കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് സമാധാനം കാര്യങ്ങളും കിട്ടും. അതായത് ചിലപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും അയാളുടെ ഡ്രീമിലോട്ട് പോയത്, എല്ലാം ഉപേക്ഷിച്ച്, മനസ്സിലായി, അല്ലെങ്കിൽ ഒരു വാല്യൂം തരാതെ രീതിയിൽ പോയത്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇത് മാത്രമല്ല, പൈസ അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ വേണ്ട ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട്. അവരും കൂടെ വന്നാൽ മാത്രമേ എൻ്റെ ലൈഫിൽ 100% എനിക്ക് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ, സമാധാനം കിട്ടത്തുള്ളൂ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നല്ലൊരു തിരിച്ചുവരവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വലിയ, അതായത് ഒരു ചെറിയ ഡിസ്റ്റൻസും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പിന്നെ ഒരു റിലേഷൻഷിപ്പ് നോർമൽ രീതിയിലല്ല, ഒരു ചെറിയ പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണിത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരുന്നു, അയാളുടെ മനസ്സിലുള്ള ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോകും. കാരണം വെച്ചാൽ അയാൾക്ക് അയാളുടെ തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ലൈഫ് പൂർണ്ണമാവത്തുള്ളൂ എന്ന്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, കണക്ട് ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ പോകുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നത്. താങ്ക് യു മൈ സോൾ ഫാമിലി.